ഇപ്പൊ കൊറേ നാള് പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്നൊക്കെ വളരെ ചുരുക്കമാണ്. കഴിഞ്ഞിട്ട് പൊട്ടിപ്പോകുന്നവരുണ്ട്. റിലേഷൻഷിപ്പ് ഉള്ളപ്പോ ഓക്കെ, ഒരുമിച്ച് ജീവിക്കുമ്പോ അത് അവർക്ക് പറ്റുന്നില്ല. ഇപ്പഴത്തെ ഇതുണ്ടല്ലോ ലിവിങ് ടുഗദർ, അതിനോട് നിങ്ങൾ എന്താ പറയുക? ലിവിങ് ടുഗദർ ഞാൻ പറയാം, ഇപ്പോഴുള്ള കപ്പിൾസ് ലിവിങ് ടുഗദറിലോട്ട് കടന്നു പറഞ്ഞാൽ എല്ലാവരും ബ്രേക്കപ്പ് ആയി പോകും. അല്ല സത്യം, അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം, കാര്യം പറയട്ടെ. ഇപ്പൊ രണ്ട് പാർട്ട്നേഴ്സ്, ചുരുക്കി പറയാം, രണ്ട് പാർട്ട്നേഴ്സ് ലിവിനായി ഇവർക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റും. ഇപ്പൊ ഒരു വീട്ടിലൊരു ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവരുടെ തമ്മിലുള്ള ഈഗോ ക്ലാഷ് അവിടെ വർക്കാവും. അവിടെ ഒരു പെണ്ണിന്റെ ഉള്ളിലുള്ള ഫെമിനിസം പുറത്തു വരും, അവന്റെ ഉള്ളിലുള്ള ക്യാരക്ടർ പുറത്തു വരും. ഫെമിനിസം വാട്ട് ഈസ് ഫെമിനിസം? നീ ഫെമിനിസം എന്താന്ന് പറഞ്ഞിട്ട് പോയാ എന്താ ഫെമിനിസ്റ്റാ? ഞാൻ ഒരു കാര്യം പറ്റും, ഇവിടെ ഫെമിനിസ്റ്റാ അവള് ഫെമിനിസ്റ്റാ, അത് അത്രയും വലിയൊരു കാര്യമല്ല. എനിക്കറിയുന്ന ഫെമിനിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഗേൾസിന് സപ്പോർട്ടീവ് ആയിട്ട് വോയിസ് റേസ് ചെയ്യുന്നവര് ഞാൻ ഫെമിനിസ്റ്റ് എന്ന് പറയും. ഗേൾസിന് സപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല, ഫെമിനിസം എന്ന് പറയുന്നത് ഇപ്പോഴും പല ആൾക്കാരും നീ ഒരു ഫെമിനിസ്റ്റാ, നീ ഒരു അതാ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇതില് ഇക്വാലിറ്റി വരും ക്ലീനിങ്ങിന്റെ കാര്യത്തില്. ഇപ്പൊ അവിടെ ഇപ്പൊ ഒരു ഈഗോ ഉള്ളൊരു ചെറുക്കനാണെന്ന് വിചാരിക്കും, ഒരാളെ വിചാരിക്കും അവന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ചിലപ്പോ എന്റെ വീട്ടിൽ ഇത് ചെയ്യാൻ. അതാ കണ്ടോ, കാര്യം പറയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു വീട്ടില് ആണും പെണ്ണും ജോലി ചെയ്ത് പെണ്ണിന് മാത്രം എന്താ കുഴപ്പം? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, എന്താ കുഴപ്പം? പെണ്ണ് മാത്രം ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയാണ് പകുതി റിലേഷൻ പൊട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ മനസ്സിലാവില്ല ഇവർക്ക് തമ്മില്. മുമ്പ് ഇവര് വേറെ ആയിരുന്നു താമസിച്ചിരുന്നു, ഒരുമിച്ച് താമസിച്ചപ്പോ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി ഇല്ല, ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്.